അപ്പോൾ അവർ അത് പറിക്കുന്ന സമയത്ത് ഒലിവ് പറിക്കുന്ന സമയത്തും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മൂപ്പര് മോൻ്റെ വീടുണ്ട്, ഈ അർബാബിൻ്റെ മകൻ്റെ വീടുണ്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. ഏകദേശം ഒരു 20 ഡിഗ്രി 21 ആ റേഞ്ചിലേക്കാണ് ക്ലൈമറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മൂപ്പര് മോൻ്റെ വീട്ടിലെത്തി. ഇവരെ വീടൊന്നും കാണിക്കാൻ പറ്റില്ല, ഇവർ അത് സമ്മതിക്കില്ല, കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടെ വീടൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇത് മൂപ്പര് മോൻ്റെ വീട്ടിലുള്ള അനാറിൻ്റെ മരം. ഇതിലൊക്കെ ഏകദേശം കഴിഞ്ഞ്. അവിടെ മൂപ്പരെ വീട്ടിലുള്ള അത്ര ഇവിടെ ഇല്ല. അതുപോലെ അതിൻ്റെ ബാക്കിൽ അവിടെ ഒലിവ്, ബ്ലാക്ക് ഒലിവ് കാണാം നമുക്ക്. ഇവിടെ ഉണ്ട് ഒലിവ്, മൂപ്പരെ വീട്ടിലും ഉണ്ട്, മോൻ്റെ വീട്ടിലും ഉണ്ട്. അത് നമുക്ക് കുറച്ചുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പുറത്ത് കുറേ ഉണ്ട്, നോക്കി പോവാം. പിന്നെ അതുപോലെ ഇവിടെ കക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഇവർ പറഞ്ഞു. എന്താ കറക്റ്റ് പേരിക്കില്ല, ഒരു പാകിസ്ഥാനി ഹിന്ദിയാണോ എന്താ അറിയില്ല. കക്ക എന്നാ അവർ പറഞ്ഞ ഈ ഫ്രൂട്ടിൻ്റെ പേര്. നല്ല മധുരം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഫ്രൂട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്. ഇതാണ് കേട്ടോ ആ ഫ്രൂട്ട് കക്ക എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കുരുവൊന്നും കാണുന്നില്ല, ഫുള്ള് ജെല്ലി പോലെ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ആ വീടിൻ്റെ ബാക്കിലോട്ട് കുറച്ചിറങ്ങി. അവിടെ ഒരു ചെറിയ വില്ലേജ് ഉണ്ട് താഴെ മലയോര പ്രദേശത്ത്. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇറങ്ങിയാണ്. അതുപോലെ തന്നെ ഇവരിവിടെ ഗ്രില്ലാക്കുന്ന എന്തൊക്കെ സംഭവങ്ങൾ കാണുന്നുണ്ട്. ക്യാമ്പ് ഫയറൊക്കെ പോലെ ചെയ്യുന്ന. ഒരു വീക്കെൻഡിൽ ഇവിടെ വന്നിട്ട് താമസിക്കും. ഇതുപോലെ മസ്കത്തോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ വീക്കെൻഡിൽ 1-2 ദിവസം ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന സെറ്റപ്പാണ് അവർക്ക്. എന്താണെന്ന് മനസ്സിലാവില്ല. ഇവിടെ കല്ലിങ്ങനെ അട്ടിച്ചിട്ട് സ്ക്വയർ പോലെ ബാത്റൂം പോലെ എന്തൊക്കെ ഉണ്ട്. കുറച്ചവിടെ മതിൽ പോലെ പഴയ. ഇനി ഇവിടെ പണ്ടത്തെ എന്തെങ്കിലും വീട് പോലത്തെ സംഭവമാണോ എന്തോ ഒന്നും അറിയില്ല. ഞാൻ പിന്നെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീടിൻ്റെ പുറത്ത് അവരെ ഇതിലുള്ള ബ്ലാക്ക് ഒലീവ്. ഞാൻ അപ്പോൾ അതിൽ നിന്നൊന്ന് പറിച്ച് കഴിച്ച് നോക്കുന്നുണ്ട്. അത് ഭയങ്കര ചവർപ്പാണ്. സാധാ ഒലിവ് കഴിക്കുന്നത്, സാധാ നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ പച്ചക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ജ്യൂസി പോലെയാണ്, പക്ഷേ നല്ല ചവർപ്പുണ്ട്. ഈ ലൈനിൽ മൊത്തത്തിൽ ഈ ബ്ലാക്ക് ഒലിവ് ഫുള്ള് കായ്ച്ച് പാകമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു കുറച്ചിനെ പറിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് കടിച്ചു നോക്കുന്ന ഒലിവ് കടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ചവർപ്പ്. ഞാൻ പിന്നെ കളഞ്ഞത്. ഞങ്ങളങ്ങനെ നേരത്തെ താഴെ കണ്ട വില്ലേജ് ഇല്ല, അതിൻ്റെ ഉള്ളിലൂടെയുള്ള റോട്ടിലൂടെ പോകാൻ വേണ്ടി പോകുന്ന കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ. ഇത് ഇവിടുത്തെ ഒരു പഴയ വില്ലേജാണെന്നാണ് പറയുന്നത്. കുറേ പഴക്കമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം നമുക്ക്. വെള്ളം വരുന്ന മഴയൊക്കെ പെയ്യുമ്പോൾ വാതി വരും. അപ്പോൾ ഈ മലമെന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് താഴേക്ക് വരുമ്പോൾ അവർ അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ടാങ്ക് പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
എല്ലാ വീട്ടിലും നമുക്ക് അനാറ് ഒലിവിൻ്റെ ഒക്കെ ചെടി കാണാം. എല്ലാ വീട്ടിലും അവർ അത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ലോണം ഉണ്ടാവും. മസ്കത്ത് ഏരിയയിൽ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങോട്ട് താഴോട്ടൊക്കെ എത്തിയപ്പോൾ ചെറിയ വീതി കുറഞ്ഞ റോഡായി. इधर क्या फार्मिंग है? हाँ देखो आदमी लोग ऐसा करता है फार्मिंग। जंगल में अनार लगाता, देखो ऐसा कटिंग करके पहाड़ में मट्टी डालता है, फिर अनार लगाता, देखो कैसा कैसा अनार लगाया हुआ। पूरा अनार? इधर पूरा अनार है सब। आदमी का गार्डन। वो ऊपर वाला भी है, ये देखो नीचे वाला भी है। ये सब गार्डन है। आदमी लोगों के घरों में अनार लगाया हुआ। सब घर में अनार दिखेगा पूरा घर में। वो फार्मिंग है ऊपर। जब लोग कैसा कटिंग करके फार्मिंग की। അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഈ മൂപ്പര് അർബാബിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരൊക്കെ പറിച്ച് ഫുള്ള് ബോക്സെല്ലാം ഫില്ലാക്കി നേരെ വണ്ടി കയറ്റി. എന്നിട്ട് ആ മില്ലിലേക്ക് കൊണ്ടുവന്നപ്പോൾ മില്ലിൽ കൊണ്ടുപോയി ഇത് മില്ലെത്തി. ഈ ഏരിയയിൽ ഇവിടെ ഇതുപോലെ ഒലിവിൻ്റെ ഓയിൽ എടുക്കുന്ന മാത്രം 2-3 മില്ലിങ്ങനെ കണ്ടു. അങ്ങനെ അവരത് അവിടെ ഇറക്കി വെയിറ്റെല്ലാം നോക്കി കണക്കെടുക്കുന്ന നോക്കി. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഓയിൽ എടുക്കുന്ന മെഷീൻ. ഇവിടെ 2 മെഷീൻ ഇതുപോലെ ഇതിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓയിൽ എടുത്തിട്ട് അപ്പുറത്ത് റൂമിൽ ഇവിടെ ബോട്ടിലാക്കിയിട്ട് ഇവർ തരും. ഇതിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കും. ഇവരെന്നെ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവിടെ ബോട്ടിലാക്കി വെച്ചത് വേറെ ഓൾറെഡി ഉള്ള ആൾക്കാർ. ഇത് छोटा गेट आएगा बाद में से करेंगे। ये मजरा है, एक बूढ़ा आदमी का मजरा है पूरा। देखो कितना अंदर क्या है लगाया इसमें, कितना अनार है इसके पास। किधर से स्टार्ट पूरा अनार? हाँ उधर से स्टार्ट होता है, देखो ये सब जा रहा है इधर। जब अनार लगा होता है तब आके देखो क्या मजा आता है इसको देख के। इधर रोड बन गई अभी? नहीं बंद नहीं किया वो सामने से रोड। उधर क्या वादी है? नहीं है वादी है ना, पानी आगे सामने निकल जाता है। ये लोग उधर टैंक बनाया हुआ है, पानी टैंक में जितना रोक सकता है रोक लेता है, टैंक भर जाता है। ये लोग बारिश का पानी ज़्यादा इस्तेमाल करता है, इसमें होल्ड करता है यहाँ बड़ा टैंक बना के रखा, बाद में वही पानी इस्तेमाल करता है गार्डन। അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ മൂപ്പര് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള അവിടെ നിന്നുള്ള അനാറും കുറച്ച് വെജിറ്റബിൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എടുത്തിട്ട് തിരിച്ച് പോകുമ്പോൾ വേറൊരു മസ്റയിൽ കയറാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.